ഒരു മാസത്തിലേറെയായി ഗാസയിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രചരിക്കുന്ന നിരവധി ചിത്രങ്ങളും വീഡിയോകളും ഒക്കെയുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളടക്കം ഭക്ഷണത്തിനു വേണ്ടി പാത്രവും കൊണ്ട് കൈനീട്ടി നിൽക്കുന്നതാണ് ആ വീഡിയോ. കാണുന്ന ആർക്കും കണ്ടു നിൽക്കാൻ സാധിക്കാത്ത വീഡിയോ ദൃശ്യങ്ങളുമാണ്. മാത്രമല്ല, പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്, ആരിഫ് സാർ, 82 പേരാണ് ഒരു മാസത്തിനിടെ വിശപ്പ് കൊണ്ട് പട്ടിണി കിടന്ന ഗാസയിൽ മരിച്ചത് എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഗാസയിൽ വിശപ്പ് മരണമാകുന്ന ഒരു ദുരവസ്ഥയുണ്ടോ? അല്ലെങ്കിൽ ആ ദുരവസ്ഥയ്ക്ക് യഥാർത്ഥത്തിൽ ആരാണ് കാരണക്കാർ? 2 ചോദ്യം. അപ്പോൾ ഒക്ടോബർ 7-ന് അവിടെ നടത്തിയ ഒരു വലിയൊരു തീവ്രവാദ ആക്രമണമുണ്ട് ഇസ്രായേലിൽ. അത് ഗാസ അവിടെ ഉണ്ടായിട്ടുള്ള തീവ്രവാദ കൂട്ടമായ ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു വന്നുകൊണ്ടാണ് അത് ചെയ്തത് എന്ന് നമുക്ക് പറയാൻ പറ്റണം. പക്ഷെ അത് ലോകത്ത് എത്ര പേർക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചു വരുന്നൊരു കാര്യം. അപ്പോൾ ഇത്രമാത്രം ആളുകളെ ഒറ്റ ദിവസം കൊന്നുതള്ളുകയും അതിൽ അവിടെ നിന്നും 10-200 ആളുകളെ അവിടെ പിടിച്ചുകൊണ്ടുപോയി ബന്ദികളാക്കി ഇന്ന് അവരുടെ ശവശരീരം വെച്ചുകൊണ്ട് വിലപേശലൊക്കെ നടത്തുന്ന ഈ ഒരു അവസ്ഥയിൽ അതിനുശേഷം അവർ വിട്ടുകിട്ടുക എന്ന് പറഞ്ഞിട്ടൊരു നീക്കമായിട്ട് നടത്തുമ്പോൾ നമ്മളെങ്ങനെയാണോ പഹൽഗാം അറ്റാക്കിന് ശേഷം ഇവിടെ ഒരു ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് എന്ന് പറഞ്ഞ പോലെ അവരുടെ നാട്ടിൽ നടന്നൊരു തീവ്രവാദ ആക്രമണത്തെ അതിൻ്റെ ഒരു റിറ്റാലിയേഷൻ എന്നുള്ള രീതിയിൽ അവർ അതിൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ നടത്തുന്ന ഒരു കാര്യം ഇന്നിപ്പോൾ അത് വളരെയധികം നീണ്ടുപോയിട്ട് അത് എത്തി നിൽക്കുന്ന എവിടെയാണ്? എത്തി നിൽക്കുന്നിടത്താണ് ഇവിടെ ഈ പട്ടിണി എന്ന് പറയുന്ന ഒരു സംഗതി കടന്നു വരുന്നത്. ഒരു യുദ്ധം എന്ന് പറയുന്ന ഒരു സംഗതി അത് വന്നു കഴിയുമ്പോൾ അതിന് ഒരുപാട് കൊലാറ്ററൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളിപ്പോഴും യുദ്ധങ്ങൾ അവസാനിക്കണം, യുദ്ധങ്ങൾ പാടില്ല എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ കാണുന്നത് എന്താണ്? ലോകത്ത് ഏതെങ്കിലും ഒരു കൂട്ടം ആളുകൾ ഒരു യുദ്ധത്തിന് ഇറങ്ങി തിരിച്ച് അത് ഏറ്റവും മാനവികമായ ഒരു യുദ്ധം ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇസ്രായേൽ ചെയ്യുന്നു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? അവിടെ ജനങ്ങൾക്ക് ഒഴിഞ്ഞു പോകാനുള്ള സമയം വരെ മുൻകൂട്ടി കൊടുത്തുകൊണ്ട് സിവിലിയൻസ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് ഒഴിയാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ 2-3 മണിക്കൂർ കൊടുത്തുകൊണ്ട് അവരോട് മാറ്റി പാർപ്പിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു യുദ്ധം വേറെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കാരണം ഇത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പോലും അപ്പുറത്ത് ഉക്രൈനിൽ റഷ്യ ഹോസ്പിറ്റലിൽ അടക്കം കൊണ്ടുവന്ന് ബോംബിട്ടിട്ട് ആളുകളെ കൊല്ലുമ്പോൾ നമ്മളിവിടെ ആരും അതിനെക്കുറിച്ച് ചർച്ചയാക്കാറില്ല. അവിടെ ഈ റഷ്യ ബോംബിടാൻ പോകുന്നത് നേരത്തെ കൂട്ടി അറിയിച്ചിട്ടല്ല ബോംബിടുന്നത്. ഇതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് അതോടൊപ്പം ഈ ഇസ്രായേൽ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ നിന്നും മാറ്റി പാർപ്പിക്കപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം അത് അവരുടെ തന്നെ സംവിധാനങ്ങൾ ഒരുക്കുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ GHF എന്ന് പറയുന്ന ഒരു സംവിധാനം ഒരുക്കിക്കൊണ്ടാണ് ഗ്ലോബൽ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്നുള്ള ഒരു പേരിലാണ് ഒരു സംഗതി അവിടെ അവർ രൂപീകരിച്ച് അവർ ഹമാസ് ഈ എയ്ഡ്, അതായത് ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ തുരങ്കം വെക്കുക. അവരെല്ലാത്തിലും തുരങ്കം പണിയലാണ് പണി. അത് ഈ ഭക്ഷണ വിതരണത്തിൽ അവരത് ചെയ്യുന്നു. എങ്ങനെയാണത്? ഭക്ഷണം എത്തിക്കാനുള്ള വഴികൾ അത് നേരത്തെ UN അത് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് തട്ടിക്കൊണ്ടുപോയിക്കൊണ്ട് അത് അവരുടെ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ച് അവരുടെ സ്വന്തക്കാർക്ക് മാത്രം വിതരണം ചെയ്യുന്ന ഒരു അവസ്ഥ, ബാക്കിയുള്ള ആളുകൾക്ക് അത് പണം കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുക, അവരെ ചൂഷണം ചെയ്യുന്ന ഒരു സംഗതി. ഇത് സ്വന്തം നാട്ടുകാർക്ക് മേലെ കൊടുക്കുന്ന ഒരു ശിക്ഷയായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണാം. പക്ഷേ ഇതൊന്നും ആരും പറയാറില്ല. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നത്. ഈ പട്ടിണി എന്ന് പറയുന്ന ഒരു ഫുഡ് ഷോർട്ടേജ് എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഗാസയിൽ വിശപ്പിന്റെ പ്രശ്നമുണ്ടോ? വിശപ്പിന്റെ പ്രശ്നമുണ്ട്. വിശപ്പിന്റെ പ്രശ്നം എത്രത്തോളം വ്യാപകമാണ് അവിടെയാണ് നമ്മൾ ചർച്ചകൾ യഥാർത്ഥത്തിൽ എത്തിച്ചെല്ലേണ്ടത്. എന്നാൽ അവിടെ ചെല്ലുന്നതിന് പകരം നമ്മൾ ഒറ്റ ഒരു ബ്രാക്കറ്റിലുള്ള ഒരു കാര്യമാണ് കാണുക. ഗാസ ഈസ് സ്റ്റാർവിങ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് വരുന്നത്. അവിടെയാണ് നമുക്കത് ഒരു കള്ളപ്പട്ടിണിയാണെന്ന് പറയേണ്ടി വരുന്നത്. അങ്ങനെ ഒരു പട്ടിണി, ഗാസ സ്റ്റാർവ് ചെയ്യുന്നൊരു അവസ്ഥ അവിടെ ഇല്ല. കാരണം നമ്മളിത് പറയുമ്പോൾ പോലും ഈ ഗാസയിലെ മറ്റു പല സ്ഥലങ്ങളിലും അവിടെ റെസ്റ്റോറൻറ്റ്സ് പ്രവർത്തിക്കുന്നു, അവിടെ ആളുകൾ ഭക്ഷണം കഴിക്കുന്ന ചിത്രങ്ങളും വീഡിയോസും ഒക്കെ ഇന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതവിടെ ഉണ്ടായിരിക്കെ. അപ്പോൾ ആരാണ് ഈ വിശപ്പിന്റെ ബുദ്ധിമുട്ട് അറിയുന്നത്? അത് ഈ പ്രശ്നബാധിതരായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനെ തുരങ്കം വെച്ചിട്ട് അവർക്ക് ഭക്ഷണം കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഈ പറയുന്ന വിശപ്പ് അവിടെ ഒരു പ്രശ്നം ആവുന്നത്. എന്നാൽ ആ വിശപ്പ് പരിഹരിക്കാൻ വേണ്ടിയുള്ള വഴികൾ അവിടെ ഉണ്ടായിരിക്കെ അതിന് എല്ലാ രീതിയിലും തുരങ്കം വെച്ചുകൊണ്ട് ഇതൊരു പ്രശ്നമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്, പ്രശ്നമാകരുത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ട ശ്രമങ്ങൾ ബാക്കിയുള്ള ഈ GHF പോലുള്ള കൂട്ടം ആളുകൾ ചെയ്യുമ്പോൾ അതിനെ മറികടക്കാൻ അവർ ഈ ഹമാസ് ഒരുക്കിയ ഒരു പണിയാണ് ചിത്രങ്ങൾ റിലീസ് ചെയ്തുകൊണ്ട് അവിടെ പട്ടിണി ഉണ്ടെന്ന് സ്ഥാപിക്കുക എന്നുള്ളത്. ആ സംഗതിയാണ് സത്യത്തിൽ ഇവിടെ എന്താ പറയുക 8 നിലയിൽ പൊട്ടുക എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് പോയത്. അപ്പോൾ ഇതിന് ആദ്യം തുടക്കം വെച്ചത് ആരാണ്? ഇത് UN തന്നെയാണ് തുടക്കം വെച്ചത്. നമ്മൾ ഓർക്കുന്നുണ്ടാവും, 14,000 കുട്ടികൾ 24 മണിക്കൂറിനുള്ളിൽ മരിക്കും എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഇവിടെ നമ്മൾ കണ്ടിരുന്നു. അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് വന്നപ്പോൾ അത് വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്തത് ഇവിടുത്തെ BBC തന്നെയായിരുന്നു. അത് അവസാനം BBCക്ക് തിരുത്തേണ്ടി വന്നു. കാരണം അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്, അത് പണ്ടെന്നോ പറഞ്ഞതാണ്, ഇപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമൊന്നുമില്ല എന്ന് UN വക്താവ് തന്നെ അവിടെ
അതിനെ വിശദീകരിക്കുന്ന ഒരവസ്ഥ വന്നു. അത് അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിച്ചത് എന്ന്. കാരണം 48 മണിക്കൂർ കഴിഞ്ഞിട്ടും കുട്ടികൾ മരിച്ചില്ല. അപ്പോൾ എന്തുകൊണ്ട് മരിച്ചില്ല? കാരണം അവിടെ പട്ടിണിയില്ല. അപ്പോൾ പട്ടിണി കൊണ്ട് 14,000 കുട്ടികൾ മരിക്കുമെന്ന് പറഞ്ഞ് 72 മണിക്കൂർ കഴിഞ്ഞിട്ടും കുട്ടികൾ മരിക്കുന്നില്ല എന്ന് വന്നപ്പോൾ തന്നെ ഈ വാദം അന്ന് പൊളിഞ്ഞതാണ്. അങ്ങനെ അന്ന് വാർത്ത പിൻവലിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പോളജി ഈ BBC അവിടെ വെക്കുന്നു. ഇത് നമ്മൾ അതിനെ ഫാക്ട് ചെക്ക് ചെയ്തില്ല, ഇസ്രായേലിന്റെ ഭാഗം ഞങ്ങൾ കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് അതിനെ പിൻവലിക്കുന്നു. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര മാധ്യമങ്ങൾ ഇതുപോലുള്ള വാർത്തകൾ മുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഏറ്റവും ഒടുവിൽ മുക്കിയത് ആരാണ്? അത് ഈ ഒരു വിഷയത്തിൽ ന്യൂയോർക്ക് ടൈംസ് ആണ്. അവിടെ അവരെന്താ ചെയ്തത്? അവര് ഈ ഹമാസ് പുറത്തേക്ക് വിട്ട ചില ചിത്രങ്ങൾ അവരെടുത്തു. ആ ചിത്രത്തിൽ അവർ പൊക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു വളരെ തേഞ്ഞൊട്ടിയ എന്നൊക്കെ പറയുന്ന പോലെ എല്ലും തോലുമായിട്ടുള്ള ഒരു കുട്ടിയുടെ ചിത്രം. ഇത് കാണുമ്പോൾ ആരായാലും മനസ്സിലൊരു വിഷമം വരും. കാരണം നമുക്കൊക്കെ കുട്ടികളുണ്ട്, നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ട്. അവർ ഇതേപോലെ ഭക്ഷണമില്ലാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ, അവരുടെ ആ ഒരു അവസ്ഥ അത് ഇതേപോലെ ചിത്രമായി നമ്മൾ കണ്ടാൽ അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ ഉണ്ടാകുന്ന ചിത്രം എടുത്തിട്ട് ഇത് പട്ടിണി കൊണ്ടാണെന്ന് സ്ഥാപിക്കാനായിരുന്നു പിന്നെ അവിടെ നടന്നൊരു ശ്രമം. അങ്ങനെ ആ ചിത്രം വെച്ചപ്പോൾ അത് മനസ്സിലാവുന്ന എന്താണ്? ആ കുട്ടിക്ക് ഒരു അസുഖമായിരുന്നു. ആ കുട്ടിക്ക് സെറിബ്രൽ പാൽസി പോലെയുള്ള അസുഖങ്ങൾ, അതുപോലെ മറ്റു ചില കുട്ടികൾ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്ന മറ്റൊരു കണ്ടീഷൻ, ഇതൊക്കെ ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങളാണ്. ഈ ജനിതക വൈകല്യങ്ങൾ ഈ ഗാസയിൽ ഉണ്ടാകുന്നതിന് മറ്റൊരു കാരണമുണ്ട്. കാരണം 40% കുട്ടികളും ജനിച്ചു വീഴുന്ന ആളുകൾ അവിടെ നടക്കുന്ന കല്യാണങ്ങൾ അത് ഈ പറയുന്ന കൺസാങ്കിനിയസ് മാരേജസ് ആണ്. അതായത് രക്തബന്ധുക്കൾ തമ്മിൽ നടക്കുന്ന കല്യാണങ്ങൾ. അങ്ങനെ ഉണ്ടാകുന്ന കല്യാണങ്ങളിലൂടെ വരുന്ന കുട്ടികളിൽ വലിയൊരു ശതമാനം കുട്ടികൾക്കും ജനിതക വൈകല്യങ്ങളുണ്ട്. ഇതാണ് മറ്റൊരു കാരണം. ഇത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എന്താണ്? അത് യുദ്ധത്തിന് മുന്നേ തന്നെയുള്ള ബുദ്ധിമുട്ടായിരിക്കെ അത് ഇതുപോലെ കുട്ടികളെ എല്ലും തോലുമാക്കാനുള്ള വഴികളിലേക്ക് വരെ കൊണ്ടെത്തിക്കുമ്പോൾ അത് ഇന്ന് യുദ്ധത്തിന്റെ സമയത്ത് ആ ചിത്രം പുറത്തുവിട്ടിട്ട് അത് പട്ടിണി കൊണ്ടാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചതും കൂടിയാണ് നമ്മളിവിടെ കണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വന്നപ്പോൾ അവസാനം ന്യൂയോർക്ക് ടൈംസ് അവിടെ ആ ചിത്രം കൊടുത്ത് വാർത്ത തലക്കെട്ട് കൊടുത്ത് 1ാമത്തെ പേജിൽ പബ്ലിഷ് ചെയ്തതിൻ്റെ അടുത്ത ദിവസം അവർക്ക് അവിടെ ഒരു കുറിപ്പ്, ഒരു തിരുത്ത് ചേർക്കേണ്ടി വന്നു. ഇത് ഈ കുട്ടിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു എന്നത് അവിടെ അവർ ചേർക്കുകയാണ്. അപ്പോൾ വീണ്ടും 2ാമത്തെ പത്രവും അവിടെ കെണിയിൽ വീണു. അപ്പം ഇങ്ങനെ ഓരോ പത്രങ്ങളും ഇങ്ങനെ ചിത്രങ്ങൾ കൊടുത്തും വാർത്ത കൊടുത്തും ഇതേപോലെ കുഴിയിൽ ചാടുന്ന അവസ്ഥയാണ് കണ്ടത്. UN ചാടുന്നു, അതുപോലെ BBC ചാടുന്നു, അവസാനം ന്യൂയോർക്ക് ടൈംസും ചാടുന്നു. ഇപ്പം നമ്മൾ പുറത്ത് വരുന്ന മറ്റൊരു ചിത്രം എന്ന് പറയുന്നത് ഈ ചില ചിത്രങ്ങൾ ഇവിടെ ചോദിച്ച പോലെ പാത്രം നീട്ടിക്കൊണ്ട് ഭക്ഷണത്തിന് വേണ്ടി കേഴുന്ന കുട്ടികൾ, സ്ത്രീകൾ, പുരുഷന്മാർ, ഇവരെയൊക്കെയാണ് നമ്മൾ കാണുന്ന മറ്റൊരു ചിത്രം. അപ്പോൾ ഇത് എന്താ സൂചിപ്പിക്കുന്നത്? ഇത് അവിടെ പട്ടിണി ഉണ്ടെന്ന് തന്നെയല്ലേ സൂചിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, നിങ്ങൾ പറയണൊക്കെ സമ്മതിച്ചു, അവിടെ ഹമാസ് തട്ടിക്കൊണ്ടുപോകുന്നൊക്കെ ശരിയാണ്. പക്ഷെ അപ്പോഴും ഇവരിങ്ങനെ നിലവിളിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? അപ്പോൾ അവിടെ ഒരു പട്ടിണി ഇല്ലേ എന്നാണ് പിന്നെയും ചോദിക്കുക. പട്ടിണി ഉണ്ടോ എന്നാണ് വീണ്ടും നമ്മൾ അവരോട് തിരിച്ചു വരുന്നത്. കാരണം എന്താണ്? ഇങ്ങനെ പാത്രം നീട്ടിക്കൊണ്ട് ഭക്ഷണം വാങ്ങേണ്ട ഒരു അവസ്ഥ അല്ല ഈ പറയുന്ന ഫുഡ് എയ്ഡ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അവർക്ക് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനുള്ള റോ ഫുഡാണ് അവിടെ കൊടുക്കുന്നത്. അത് പാക്കറ്റഡ് ആണ്, അത് ആ രീതിയിലുള്ള സാധനമാണ്. നമ്മൾ കണ്ടിട്ടുണ്ടോ അതിൻ്റെ ചിത്രങ്ങൾ? അതിങ്ങനെ ഗോഡൗൺ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇറക്കി വെച്ച് അത് ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അവിടെ ഭക്ഷണം പാകം ചെയ്ത് ബിരിയാണി വിളമ്പുന്ന പരിപാടിയല്ല ഈ പറയുന്ന എയ്ഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അത് അവർക്ക് പാക്കേജസ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർ കൊണ്ടുപോയി പാകം ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എവിടെയാണ് ഈ പാത്രം നീട്ടിക്കൊണ്ട് ഇത് ചെയ്യേണ്ട അവസ്ഥ? കാരണം ഇങ്ങനെ പാത്രം നീട്ടി ഇത് വാങ്ങുന്ന ചിത്രം എടുക്കൽ അത് ഹമാസിന്റെ ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി അവരെന്ത് ചെയ്യും? അവർ ഫേക്ക് ആയിട്ടുള്ള കോൾസ് വെക്കും. ഇന്ന സ്ഥലത്ത് എയ്ഡ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജസ് കൊടുത്തുകൊണ്ട് ആളുകളെ കൊണ്ടുവരുന്നു, കൂട്ടമായിട്ട് നിൽക്കുന്നു, അവർ ഇതിനു വേണ്ടി കാത്തു നിൽക്കുന്ന ചിത്രം അവരെടുക്കുന്നു. എന്നിട്ട് എല്ലാം കഴിയുമ്പോൾ അവരെ വെടിവെച്ച് എല്ലാവരോടും പിരിഞ്ഞു പോകാൻ പറയും. ഇത് വെടിവെക്കുന്ന ശബ്ദം, അത് ചിത്രം വീഡിയോ എടുത്തിട്ട് അവർ പറയുന്നത് ഇസ്രായേൽ വെടിവെക്കുന്നു എന്ന് പറയും. ഇതാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇനി അതുകൂടാതെ ഈ ചിത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ചില സെറ്റ് ഇട്ടിരിക്കുകയാണ്. നമ്മൾ സിനിമയിലൊക്കെ സെറ്റ് ഇടുന്ന മാതിരി അവർ സെറ്റ് ഇടുന്നു. ചില സ്റ്റേജ് വെക്കുന്നു, ഈ കൈവരികൾ കെട്ടി വെക്കുന്നു, അവിടെ പാത്രം വെക്കുന്നു, എന്നിട്ട് ഈ പാത്രം ആളുകൾക്ക് കൊടുക്കുന്നു. ഈ പാത്രം, സെറ്റ്, ക്യാമറാമാൻ, ഇതൊക്കെ ഒന്നാണ്, ആളുകൾ മാത്രം മാറുന്നു. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ചിത്രം കൂടി അവസാനം മറ്റൊരു ഈ ജർമ്മനി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു മീഡിയ അവരത് പുറത്തുവിട്ടു. ഇന്ന് ഈ ഹമാസ് ചെയ്യുന്ന വിഷയങ്ങൾ അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പച്ചയ്ക്ക് പുറത്ത് പറയാൻ ഇസ്രായേലിനോടൊപ്പം നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു രാജ്യം അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന് ലോകത്ത് ജർമ്മനി മാത്രമാണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ കൂടെ USA ഉണ്ട്. പക്ഷേ ഒരു ആശയപരമായിട്ടുള്ള, കാരണം ഇതൊരു ഇസ്രായേൽ തന്നെ വിശേഷിപ്പിക്കുന്നത് ഇതൊരു വാർ ബിറ്റ്വീൻ ഐഡിയോളജീസ് എന്നുള്ളതാണ്. അതായത് ഒരു ബാർബറിസം വേഴ്സസ് ഒരു ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ് ഇത് പോകുന്നത്. കാരണം ഇവിടെ തീവ്രവാദം വെച്ചുകൊണ്ട് ഈ വിഷയത്തെ ഇത്രമാത്രം വഷളാക്കിയത് ഈ ബാർബറിക് ആയിട്ടുള്ള ഈ ഗാസൻ വിഭാഗത്തിൽപ്പെട്ടുള്ള ഹമാസ് തന്നെയാണ്. ഇത് ഹമാസ് മാത്രമാണെന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല. കാരണം അവിടെ 10-70ഓളം ജിഹാദി കൂട്ടങ്ങൾ വേറെയുണ്ട്. കാരണം ഇങ്ങനെ ചിത്രങ്ങൾ പുറത്തുവിടാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് അത് ഓരോന്നും ഇതേപോലെ തേഞ്ഞൊട്ടിയപ്പോൾ അവസാനം അവർ ചെയ്തത് എന്താണ്?
നിങ്ങളുടെ ഈ ചെയ്തികൾ കാരണം ഞങ്ങൾ വലിയ പട്ടിണിയിലാണ്. ഇന്ന് അതിനുള്ള തെളിവ് എന്ന് പറഞ്ഞ് അവസാനം അവർ പുറത്തുവിട്ടത് ഈ പിടിച്ചുകൊണ്ട് പോയി ഹോസ്റ്റേഴ്സ് ആയിട്ട് വെച്ചിട്ടുള്ള 2 വ്യക്തികൾ പട്ടിണിക്കോലങ്ങളായിട്ട് ഇരിക്കുന്നതിന്റെ ചിത്രമാണ് പുറത്തേക്ക് വിട്ടത്. കാരണം ഗാസയിൽ നിന്ന് ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഹോസ്റ്റേഴ്സ് ആണ്, അതല്ലാതെ ഗാസക്കാരല്ല. പട്ടിണി കടന്ന് എല്ലും തോലുമാകുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗാസക്കാരൻ്റെയും ചിത്രം നിങ്ങൾക്ക് കിട്ടില്ല. പകരം നിങ്ങൾ ഈ തുരങ്കത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഇന്നും അവരെ ഇതുപോലെ പട്ടിണി കിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഇസ്രായേലി ഹോസ്റ്റേഴ്സ് ആയിട്ട് പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള ആളുകളുടെ ചിത്രമേ നിങ്ങൾക്കുള്ളൂ എന്ന് നിങ്ങൾ തന്നെയാണ്, ഈ പറയുന്ന ആളുകൾ തന്നെയാണ് അത് തെളിയിച്ചത്. അതാണ് ഈ പറയുന്ന 2 വ്യക്തികളുടെ ചിത്രം പുറത്തുവിട്ടു. അവർ വീഡിയോ ആണ് പുറത്തുവിട്ടത്. അതിലൊരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവര് സ്വന്തം ഒരു ഷവല് കൊണ്ട് ഇതേപോലെ കുഴി വെട്ടുന്നു. എന്നിട്ട് പറയാണ്, ഞാൻ ചിലപ്പോൾ എന്നെ ഇതിൽ തന്നെ ആയിരിക്കും കുഴിച്ചു മൂടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഴി വെട്ടുന്ന ചിത്രമാണ് നമ്മളവിടെ കണ്ടത്. അപ്പോൾ ആ ചിത്രം കാണുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഓർമ്മ വരികയാണ്. ഈ ഐസിസും ഹമാസും ഒക്കെ ഒന്ന് തന്നെയാണെന്ന് നമ്മൾ പറയാറുണ്ടായിരുന്നു. കാരണം ഇതേ സംഗതികൾ തന്നെയാണ് ഈ ഇരകളെ കൊണ്ട്, ഈ പറയുന്ന ആളുകളെ പിടിച്ചെടുക്കുന്ന കാഫറുകളായിട്ടുള്ള ആളുകളെ കൊണ്ട്, ജൂതന്മാരെ കൊണ്ട് ഒക്കെ ഇതുപോലെ ചെയ്യുന്ന പണി ഇത് തന്നെയാണ് ഐസിസും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ പട്ടിണിക്കോലം അവർ ഏറ്റവും കൂടുതൽ ഇക്വേറ്റ് ചെയ്യുന്നത് ഈ ഹോളോകോസ്റ്റിന്റെ സമയത്ത് ജൂതന്മാർ എങ്ങനെയായിരുന്നു ഈ ഗ്യാസ് ചേമ്പറുകളിൽ അല്ലെങ്കിൽ ആ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൊക്കെ ഉണ്ടായിരുന്നത്, ആ ചിത്രവുമായിട്ടാണ് അവിടെ നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അവർ ആ ചിത്രം വെച്ചിട്ടാണ് അതിനെ കമ്പയർ ചെയ്തത്. ഇതാണ് നമുക്ക് കാണാൻ. അപ്പോൾ പട്ടിണി മരണം അത് അവിടെ സംഭവിക്കുന്നുണ്ടോ? ഗാസയിൽ ഉണ്ട്. ആരാണ് പട്ടിണി കിടക്കുന്നത്? ഹോസ്റ്റേഴ്സ് ആണ് പട്ടിണി കിടക്കുന്നത്. ആരാണ് പട്ടിണി കിടന്ന് മരിക്കുന്നത്? അതും ഈ ഹോസ്റ്റേഴ്സ് ആണ്. അല്ലാതെ നിങ്ങൾക്ക് ഒരു പട്ടിണി മരണം, ഒരു ഫാമിൻ, ഒരു ക്ഷാമമുണ്ട് എന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഗാസയിൽ തെളിയിക്കാൻ കഴിയില്ല. അങ്ങനെ തെളിയിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് വന്ന് ഈ വെല്ലുവിളി ഏറ്റെടുത്ത് ഒന്ന് തെളിയിച്ച് കാണിക്കണം എന്നാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഈ സംഗതി തെളിയിക്കാൻ ഹമാസ് പഠിച്ച പണി 18 നോക്കിയിട്ട് 72 നോക്കിയിട്ട് അവർക്ക് അത് സാധിച്ചിട്ടില്ല. അവസാനം അവർ പുറത്തു വിടേണ്ടി വന്നത് പട്ടിണി കിടക്കുന്ന ജൂതന്റെ ചിത്രമാണ്. അത് ഇന്ന് അവർക്ക് വലിയ തിരിച്ചടിയാവുകയും ചെയ്തു. സ്വന്തം മൂട്ടിൽ വെക്കുന്ന വെടിയായിട്ട് മാറി. കാരണം അത് ജൂതന്മാർക്ക് അനുകൂലമായിട്ട് മാറുന്ന ഒരു ചിത്രമായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഞങ്ങൾ ഫേസ് ചെയ്യുന്നത് ഇതാണ്, ഞങ്ങളുടെ പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള ഹോസ്റ്റേഴ്സിന്റെ അവസ്ഥ കണ്ടില്ലേ എന്ന് പറഞ്ഞ് യുഎന്നിന്റെ മുന്നിൽ അവരിന്നിപ്പോൾ അവിടെ വലിയൊരു ഒരു വാദം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയിലേക്ക് അവർ എത്തുന്നു. അതിനുശേഷം ആ ചിത്രമൊക്കെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഗാസ പിടിച്ചെടുക്കുന്നതിലേക്കാണ് ഇനിയിപ്പോൾ പോകുന്നത്. ഇസ്രായേൽ ഗാസ ഇനി മതി, യുദ്ധമൊക്കെ ഇനി അവസാനിപ്പിക്കേണ്ട സമയമായി എന്ന രീതിയിൽ ഇനി അത് പിടിച്ചെടുക്കുകയാണ് എന്ന കൃത്യമായ രീതിയിലേക്ക് പോകുന്നു എന്നതും കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പട്ടിണി എന്ന് പറയുന്ന സാധനം അത് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കള്ളപ്പട്ടിണിയാണ്. അതാണ് നമുക്കതിൽ അവസാനമായിട്ട് പറയാനുള്ളത്. യെസ്, എന്തായാലും പുറത്തു വരുന്ന ചിത്രങ്ങൾ എല്ലാം യാഥാർത്ഥ്യമല്ല. ആരിഫ് സാർ സൂചിപ്പിച്ചതുപോലെ പാത്രങ്ങൾ സെയിം ആകുന്നു, ആളുകൾ മാറി മാറി വരുന്നു. അത്തരത്തിലുള്ള ഫേക്ക് ഫോട്ടോകൾ, ഇത്തരത്തിൽ ഫേക്ക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഗാസയെ കേന്ദ്രീകരിച്ചുകൊണ്ട് പുറത്തു വരുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.